വെൽക്കം ബാക്ക് ടു മൊമെന്റ്സ് വിത്ത് അനുശ്രീ. ലക്ഷദ്വീപിലെത്തിയിട്ട് ലാസ്റ്റ് 3 ദിവസത്തെ വ്ളോഗാണ് ഇതിൽ കാണാൻ പോണേ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് വന്നിട്ട് ഇതൊക്കെ ചെയ്യാതെയും കാണാതെയും പോണത് എങ്ങനെയാണ്? ഉച്ചയ്ക്ക് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ഇട്ടുബന്ധത്തെ കഴിക്കാതെ എങ്ങനെ അവിടെ നിന്ന് പോവാല്ലേ? അവർ തന്നിട്ടുള്ള ഈ സാലഡ് ഒരു രക്ഷയില്ലായിരുന്നു, അത് അടിപൊളിയായിരുന്നു. അതും നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ഇന്നത്തെ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിംഗ് ആണ് പോകാൻ പോണേ. ഇതിനെക്കുറിച്ച് വല്ല അറിവൊന്നുമില്ലെങ്കിലും സംഭവം ഒരു വണ്ടം കാഴ്ച എക്സ്പീരിയൻസ് ആണെന്നൊക്കെ അറിയാം. കൽപ്പട്ടി ഐലാൻഡിലേക്കാണ് നമ്മൾ ഈ ഗ്ലാസ് ബോട്ടിലൂടെ പോണ കാഴ്ച എങ്ങനെയാണെന്നോ അവിടെ എങ്ങനെയായിരിക്കും സ്ഥലങ്ങളെന്ന് ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുമ്പോഴല്ലേ ലൈഫൊക്കെ ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് കളർഫുൾ ആവുക. ഗ്ലാസ് ബോട്ടിംഗ് ഒക്കെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയാ എവിടെയാ എങ്ങനെയൊക്കെയാന്ന് എല്ലാ ഗൈഡ് ലൈൻസും എല്ലാം പറഞ്ഞത് നമ്മുടെ ഗൈഡ്സ് തന്നെയായിരുന്നു. ഗ്ലാസ് ബോട്ടിൽ കയറിയതും ഇത് ഇത്ര ആഴമുള്ളൂ എന്നൊക്കെ തോന്നിയെങ്കിലും പക്ഷെ നമ്മുടെ തോന്നൽ മാത്രമാണത്. നല്ല ഉയരത്തിൽ അല്ലെങ്കിൽ നല്ല താഴ്ചയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും ഒരു രക്ഷയില്ലാത്ത അനുഭവമായിരുന്നത്. കടലിലെ കോറൽസ് എല്ലാം നല്ല രസമാണ് കാണാൻ. നമ്മൾ കയറിയപ്പോൾ ഇതൊക്കെയാണ് കാണുന്ന വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പലതരത്തിലും വലുപ്പത്തിലുള്ള മീനുകളും കടൽ ജീവികളും മാത്രം. ഭൂമിയിൽ ഇതൊരു ചെറിയ ഭാഗം മാത്രമാണെന്നും അതും ഭൂമിയിൽ നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുക്കി തന്നെങ്കിൽ നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ ഭയങ്കര ലക്കിയസ്റ്റ് പേഴ്സൺ ആണ്. അത് അഹങ്കരിച്ച് പറയുന്നല്ല. പലപ്പോഴും പലവട്ടവും പലർക്കും ചെയ്യാൻ പറ്റാത്ത അനുഭവിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ലക്കിയല്ലേ. ആ ലക്കിയസ്റ്റ് പേഴ്സൺ ആവാൻ എന്നെ ഹെൽപ്പ് ചെയ്തതും അതായത് എന്നെ ഇത്രയും ആക്കിയത് എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരോടും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് അച്ഛനും അമ്മയ്ക്ക് മാത്രമല്ല ഇപ്പം എൻ്റെ ഒപ്പമുള്ള ഈ ആളോടും ഭയങ്കര ഒരു എന്താ പറയുക ഒരു നന്ദിയും അത് പറഞ്ഞയക്കാൻ പറ്റില്ല. മീനുകൾ മാത്രമല്ല കേട്ടോ, ആമകളും ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കും കരയിൽ എന്തൊരു സ്ലോ ആയിട്ട് ഇങ്ങനെ നീങ്ങണ ആമകളാണ്. പക്ഷെ ഈ കടലിൻ്റെ ഉള്ളിലുണ്ടല്ലോ എന്തൊരു സ്പീഡിലാണ് അവരിങ്ങനെ മൂവ് ചെയ്യണത് കാണുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണത്. അങ്ങനെ ബോട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടൊരു 1 അവറിൻ്റെ ഉള്ളിൽ നമ്മൾ കൽപ്പറ്റ ഐലൻഡിലെത്തി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഇങ്ങനെ കുറ്റിച്ചെടികൾ പോലെയുള്ള ഒരു ചെടികളുടെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ നടക്കാൻ പോണേ. ലക്ഷദ്വീപിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ദ്വീപ് മാത്രമാണിത്. ഇവിടെ മനുഷ്യരൊന്നും താമസിക്കാത്ത കാരണം ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ കാണാനില്ല കേട്ടോ. പണ്ടൊക്കെ പറഞ്ഞിരുന്നത് എയർപോർട്ടിൻ്റെ റൺവേ നീട്ടാനായിട്ട് കൽപ്പട്ടി ചേർത്ത് പിടിക്കാനാണ്. പക്ഷെ പിന്നെ പരിസ്ഥിതി വശം കേട്ടപ്പോൾ ചെയ്യേണ്ടെന്നുള്ള ഒരു തീരുമാനത്തിൽ വരെത്തിയെന്നാണ് പറയുന്നത്. വെള്ളമൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ കെട്ടിക്കിടക്കണം. കാണാനൊക്കെ നല്ല അടിപൊളി ഫീലാണ് കേട്ടോ. നല്ല അടിപൊളി രസമായിരുന്നു അതിൻ്റെ ഉള്ളിൽ കളിക്കാനായി കൂടെ നടക്കാനൊക്കെ. മണലിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു വെള്ള ടൈപ്പ് വെളുത്തിട്ടുള്ള മണലാണ് അവിടെ കാണുന്നത്.
നമ്മൾ ബോട്ട് ഇറങ്ങിയ വശത്തുനിന്ന് അപ്പുറത്തെ വശത്തേക്ക് നടക്കുകയാണ് കേട്ടോ. നടന്നവിടെ എത്തിയതും വേറൊരു ലോകം പോലെ തോന്നി. അതായത് അങ്ങേ അറ്റത്ത് കടലിലെ തിരമാല അടിക്കും, ഇവിടെ തിരയൊന്നുമില്ലാണ്ട് സാധാ ഇങ്ങനെ എന്താ പറയുക, പുഴയിലെ വെള്ളം പോലെ ഇങ്ങനെ കെട്ടിക്കിടക്കണ വെള്ളം. ഇതെല്ലാം എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്ന സമയമായപ്പോൾ നാസിം ഒരു ലൊക്കേഷൻ, അതായത് ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ഒരു ഗുഹയുടെ ഉള്ളിൽ കിടന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മേലെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് തരാമെന്ന്. സംഭവം ഫോട്ടോ കിട്ടിയപ്പോൾ അടിപൊളിയായിരുന്നു. അത് കണ്ട് വേറെ കുറേ പേര് വന്ന് നാസിമിനോട് ഫോട്ടോ എടുത്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ നാസിം സുഖമായിട്ട് എടുത്തു കൊടുത്തു. ആ കാണുന്ന പില്ലറുണ്ടല്ലോ, അത് ജനവാസം ഇല്ലാത്ത ദ്വീപിൽ വെക്കണ പില്ലറോ സ്തംഭം എന്നൊക്കെ പറയില്ലേ, അതാണിത്. അങ്ങനെ അവിടുത്തെ സൺസെറ്റും എൻജോയ് ചെയ്ത് ഞങ്ങൾ അവിടുത്തെ എന്താ പറയുക കാഴ്ചകളും എല്ലാം എൻജോയ് ചെയ്ത് തിരിച്ചു പോകാനായിട്ട് നിൽക്കാൻ. അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലായിരുന്നു. എന്താ പറയുക, എന്ത് ജീവിയാണെന്നോ ഞണ്ടായിട്ടും തോന്നും. പക്ഷേ ഉണ്ടല്ലോ, നല്ല നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് പേടിയുണ്ടെങ്കിലും കയ്യിൽ വെച്ച് ഇങ്ങനെ പോകുമായിരുന്നു അത്. പിന്നെ നൈറ്റായി ഈസ്റ്റേൺ ജെട്ടിയിൽ പോയിട്ട് മീനൊക്കെ പിടിക്കണ കണ്ട് ആ ദിവസം കഴിഞ്ഞ് ഡേ 4 ആയി. ഡേ 4 ആണ് ഡേ, അതായത് സ്കൂബ ഡൈവിങ്. നമ്മൾ ഒരു ഐഡിയ ഇല്ലാണ്ട് കടലിലെടുത്ത് ചാടുന്നൊക്കെ പറയുമ്പോൾ ഒരു ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് സ്കൂബ ഡൈവിങ് ചെയ്യാൻ പോണേ. നമ്മളെ ബോട്ടിൽ കൊണ്ടുപോയി അവിടെ എത്തി വെള്ളത്തിലിറക്കി കടലിൻ്റെ അടിയത്തെ കാഴ്ചകളൊക്കെ കാണാമെന്നുള്ളൊരു ഒരു വെപ്രാളവും പേടിയും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ കണ്ടൊരു കാഴ്ചയായാലോ. അങ്ങനെ ഈ കാഴ്ച കണ്ട് നമ്മൾ ബാക്ക് ടു റൂമായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂൺ ആക്ടിവിറ്റി ആയിരുന്നു കയാക്കിങ്. ഇതും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങളുടെ കൂടെ വേറൊരു കപ്പിളും ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ സീ കയാക്കിങ്ങും ചെയ്യാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയപ്പോൾ ഉണ്ടല്ലോ, ആ സന്തോഷം വേറെയായിരുന്നു. അങ്ങനെ കയാക്കിങ്ങും സ്കൂബ ഡൈവിങ്ങും ഒക്കെ ചെയ്ത് ഡേ 4 ഇവിടെ അവസാനിക്കുകയാണ്. ഡേ 5 അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ലക്ഷദ്വീപിൽ നിന്ന് ബായ് പറയാൻ പോവാണ്. നമ്മൾ നേരെ പോണത് കേരളത്തിലേക്കല്ല, നമ്മൾ നേരെ ഗോവയ്ക്കാണ്. അവിടെ നിന്ന് തൃശ്ശൂർക്കാണ് ട്രെയിൻ. വീണ്ടും പ്ലെയിനിൽ കയറാൻ പോവാണെന്നുള്ളതൊക്കെ ടെൻഷനും പേടിയും എല്ലാം എനിക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതല്ലാതെ വേറെ വഴിയില്ല. കപ്പലാണെങ്കിൽ അത് നമുക്ക് കിട്ടൂല. ട്രെയിനിൽ കയറി 2 അവർ കഴിഞ്ഞപ്പോഴേക്കും ഗോവ എത്തി. പ്ലെയിൻ ഇറങ്ങിയത് എൻ്റെ മുഖത്ത് സന്തോഷം കണ്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ഹണിമൂൺ ഡേ വ്ളോഗ്സ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.